ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ KSRTC ബസ്സിൻ്റെ തന്നെ പാർട്ട് 9 വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലത്തെ സീറ്റ് ഉണ്ടാക്കുന്നതാണ് ഗൈസ് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഗൈസ്. നമ്മൾ പ്ലേലിസ്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അത് കയറി നോക്കുകയാണെങ്കിൽ കാണാം ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ നമ്മുടെ KSRTC ബസ്സിൻ്റെ സീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഇതുപോലത്തെ 2 കമ്പിയാണ് ഗൈസ് ആവശ്യമുള്ളത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ കമ്പിത്തിരിയുടെ കമ്പിയാണ് ഗൈസ് നമ്മൾ എടുത്തേക്കുന്നത്. നമ്മൾ സ്റ്റീറിംഗ് ഉണ്ടാക്കി ഉപയോഗിച്ച അതേ സെയിം കമ്പി. ഇനി ആ കമ്പിയുടെ ഏകദേശം ഒരു പകുതി ഭാഗം വെച്ച് നമ്മൾ നേരെയുള്ള ഒരു പകുതി ഭാഗം വെച്ച് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ വീഡിയോ കാണുന്ന പോലെ തന്നെ. അതിനുശേഷം നമ്മൾ അതൊന്ന് ഒരു പ്ലെയർ ഉപയോഗിച്ച് ഒന്ന് വളച്ചു കൊടുക്കുക ഗൈസ് ഒരു സൈഡിലോട്ട്. അപ്പുറത്തെ സൈഡിലും അതിൻ്റെ താഴോട്ട് വളച്ചു കൊടുക്കുക. ഇതുപോലെ. ഇനി ബാക്കി നിൽക്കുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയണം ഗൈസ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 2 അറ്റവും ഇത് ഓപ്പോസിറ്റായിട്ട് വളച്ചു കൊടുക്കുന്നതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന പോലെ തന്നെ ചെയ്യുക ഗൈസ്. അപ്പോൾ ഇതുപോലെയാണ് വളച്ചു കൊടുക്കേണ്ടത്. ഇനി നമ്മുടെ അടുത്ത പീസ് എടുക്കണം ഗൈസ്, അടുത്ത കമ്പി. അപ്പോൾ നമ്മൾ അടുത്ത കമ്പി എടുത്ത് ഇത് സെയിം രീതിയിൽ കട്ട് ചെയ്തിട്ട് മറ്റേ കമ്പി വളച്ചോടെ തന്നെ നമ്മൾ വളയ്ക്കണം ഗൈസ്. അത്രയും നീളം വേണ്ട ഗൈസ്. നമ്മൾ ഈ രണ്ടാമത് വളയ്ക്കുന്ന കമ്പിക്ക് അത്ര നീളം വേണ്ട, കുറച്ച് നീളം മതി ഗൈസ്. എന്നിട്ട് നമ്മൾ ആ വളഞ്ഞിരിക്കുന്ന ഭാഗം താഴോട്ട് ചെറുതായിട്ടൊന്ന് വളച്ചെടുക്കണം ഗൈസ്. സീറ്റിൻ്റെ ഒരു ഇരിക്കുന്ന ഭാഗത്തിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഗൈസ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. മറ്റേ കമ്പിയുടെ അളവ് നോക്കിയിട്ട് വേണം ഗൈസ് നമ്മൾ വളച്ചു കൊടുക്കാൻ. 2 സൈഡിലും അങ്ങനെ ഒരു ഷേപ്പ് നമ്മൾ ആക്കിയെടുക്കണം ഗൈസ്. താഴോട്ട് കുറച്ച് വളഞ്ഞിരിക്കുന്ന രീതിയിലാണ് നമ്മൾ ആക്കിയെടുക്കുന്നത് ഗൈസ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ആക്കിയെടുക്കേണ്ടത് ഗൈസ്. നമ്മളിപ്പോൾ 2 സൈഡിൽ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി നിൽക്കുന്ന കമ്പി നമ്മൾ കട്ട് ചെയ്ത് കളയണം. അതിന് മുമ്പ് ഒന്നുകൂടെ ഒന്ന് സെറ്റാക്കിയിട്ട് കട്ട് ചെയ്ത് കളയണം ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റേ പീസ് ചെയ്ത പോലെ തന്നെ ഈ പീസിൻ്റെയും കട്ട് ചെയ്ത 2 സൈഡും ഓപ്പോസിറ്റായിട്ട് വളച്ചു കൊടുക്കണം ഗൈസ്, 2 സൈഡിലോട്ട് ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തിനേലും മിനിയേച്ചർ ചെയ്യണം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഗൈസ്, നമ്മളത് ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ വളച്ചെടുക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി അടുത്തായിട്ട് ചെയ്യാൻ വന്നത് 2 ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലത്തെ ഒരു പീസ് എടുക്കണം ഗൈസ്. നമ്മൾ കട്ട് ചെയ്തെടുത്താണ്. ഇനി ആ 2 റൗണ്ടുള്ള ഭാഗത്ത് നമ്മളിങ്ങനെ 2 ഹോൾ ഇട്ട് കൊടുക്കണം ഗൈസ്. ഒരു കോമ്പസ് ഉപയോഗിച്ചിട്ടാൽ മതി. അത് നമ്മൾ ഹോൾ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ആ നേരത്തെ ഉണ്ടാക്കി വെച്ച സീറ്റിൻ്റെ ആ കമ്പി എടുത്തിട്ട് ആ ഹോളിലേക്ക് കയറ്റി കൊടുക്കുക ഗൈസ്. പക്ഷേ നമ്മൾ ഇരിക്കുന്നതിൻ്റെ ഭാഗം പിന്നെ നമ്മൾ ആ ചാരിരിക്കുക ഉപയോഗിക്കുന്ന ആ ഭാഗം നമ്മൾ ഇതേപോലെയാണ് കയറ്റി കൊടുക്കുന്നത്. ഇനി ഇതുപോലെ ഒരു പീസ് അപ്പുറത്ത് നമ്മൾ സെറ്റ് ചെയ്യണം ഗൈസ്. ഇതാണ് അതിൻ്റെ ഷേപ്പ് വരുന്നത് സീറ്റിൻ്റെ ഗൈസ്. നമ്മളങ്ങനെ 2 സൈഡിലും ആ പീസ് വെച്ച് ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സീറ്റിൻ്റെ ആ ഒരു ചാരുന്നതിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലെ ചെറിയൊരു കമ്പി എടുത്തതിന് ശേഷം ആ ചാരുന്നതിൻ്റെ ആ കമ്പി നമ്മൾ ഉണ്ടാക്കിയില്ലേ അതിൻ്റെ തൊട്ടടിയായിട്ട് അതിൽ ചേർന്നിരിക്കുന്ന രീതി ഇതുപോലെ വെച്ചിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കണം ഗൈസ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അടിയിലും ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ അതിന് വേണ്ടി വേറൊരു കമ്പി എടുത്തതിന് ശേഷം നമ്മൾ ഒട്ടിച്ചെടുക്കണം ഗൈസ്. ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മൾ ഈ വണ്ടിയുടെയും വേറെ അടുത്ത വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തിൻ്റെയും മിനിയേച്ചർ ഉണ്ടാക്കുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഗൈസ്, നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും ഗൈസ്. നമ്മൾ മിനിയേച്ചർ മാത്രമല്ല നമ്മൾ ടെക് പരമായിട്ടുള്ള വീഡിയോസ് ഇടുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ചാനലൊന്ന് ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മൾ 2ാമത്തെ കമ്പി അതിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ പശ വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കണം ഗൈസ്. നമ്മൾ പശ വെച്ച് നല്ല രീതിക്ക് തന്നെ ഒട്ടിച്ചെടുക്കണം ഗൈസ്. അത് പറഞ്ഞു പോകരുത്, അങ്ങനെയാണ് നമ്മൾ ഒട്ടിച്ചെടുക്കണം ഗൈസ്. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചാരി ഇരിക്കുന്നതിൻ്റെ ഭാഗമാണ് ഗൈസ്. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു പേപ്പറാണ് ഗൈസ് എടുത്തേക്കുന്നത്. ഇതൊരു ഇച്ചിരി കട്ടി A4 പോലെ ഇരിക്കുന്ന ഒരു പേപ്പറാണ് ഗൈസ്. എന്നിട്ട് നമ്മളത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ഗൈസ്, ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഗൈസ്. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലത്തെ കുറച്ച് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇങ്ങനത്തെ കുറച്ച് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്ട്രിപ്പ് പോലെ. അതിന് ശേഷം നമ്മൾ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം ഒരു
ടേപ്പ് എടുത്തിട്ടതിന് ശേഷം നമ്മളൊന്ന് താഴെ ഒന്ന് വെക്കുക, അതിൻ്റെ പശയുള്ള ഭാഗം കമത്തി വെക്കുക ഗൈസ്. അതിനുശേഷം നമ്മൾ വേറൊരു പീസ് എടുത്തിട്ട് അതിൻ്റെ രണ്ടറ്റത്ത് ഒട്ടിച്ചെടുക്കണം ഗൈസ്. അതാകുമ്പോൾ അതിലൊട്ടി ആ പശയുള്ള ഭാഗം മേളിൽ വരുന്ന രീതിയിലാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സ്ട്രിപ്പ് പോലത്തെ പേപ്പറേഷനും എടുത്തിട്ട് അതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം നേരെ. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്താൽ മതി. സിമ്പിളാണ് ചെയ്യാൻ, വലിയ പാടുമില്ല. നമ്മൾ സിമ്പിൾ രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇതേപോലെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളങ്ങനെ മണ്ടഭാഗം എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അടിഭാഗം ഇതുപോലെ തന്നെ സെയിം രീതിയിൽ തന്നെ ഒട്ടിക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഇതേപോലെ അടുത്ത പേപ്പർ എടുത്ത് ക്രോസായിട്ട് സ്ട്രിപ്പായിട്ട് വെക്കാൻ പോകുന്നത്. അതിന് മുമ്പ് നമ്മൾ ആ നേരത്തെ വെച്ച പേപ്പറിൻ്റെ മേളിൽ കുറച്ച് ഫെവിക്കോള് തേച്ച് കൊടുക്കണം ഗൈസ്, ഒന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഫ്ലഷ് ക്യൂക്ക് ഒഴിക്കുന്നുണ്ട്. അത് മൊത്തം സെറ്റാക്കി കഴിഞ്ഞാണ് ഗൈസ് ഒഴിക്കുന്നത്. ആദ്യമേ തന്നെ ഫ്ലഷ് ക്യൂക്ക് കഴിച്ചാൽ അത് ഒട്ടി അടിയിരിക്കുന്ന പേപ്പറുമായിട്ട് ഒട്ടി പോകും. അതുകൊണ്ടാണ് നമ്മൾ പശ തേച്ചതിന് ശേഷം അടുത്ത പേപ്പർ കഷ്ണങ്ങൾ സ്ട്രിപ്പ് പോലെ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മേളിൽ ഇങ്ങനെ ക്രോസായി വെക്കുക ഗൈസ്. ഗൈസ് അപ്പോൾ ഇതേപോലെ തന്നെയാണ് വെക്കേണ്ടത്. ഗൈസ് അപ്പോൾ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മേളിൽ നമ്മൾ ഫ്ലഷ് ക്യൂക്ക് ഒഴിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഫ്ലഷ് ക്യൂക്ക് വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. നമ്മളൊന്ന് തൂത്ത് കൊടുക്കുകയാണ് എല്ലായിടത്തും ആകാൻ വേണ്ടി. ഇനി നമ്മൾ ബാക്കി നിൽക്കുന്ന പേപ്പർ നമ്മൾ കട്ട് ചെയ്യണം ഗൈസ്. അതിന് മുമ്പ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സീറ്റിൻ്റെ ഫ്രെയിമിലായിട്ടൊന്ന് വെച്ച് നോക്കുക ഗൈസ്. അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെയാണ്. അത് വെച്ച് നോക്കിയതിന് ശേഷം മാത്രം കട്ട് ചെയ്ത് കളയുക ഗൈസ്. നമുക്ക് ഈ പേപ്പർ ഇങ്ങനെ നീണ്ടിരിക്കുന്നത് ആവശ്യമുണ്ട് ഗൈസ്. ഫുള്ളായിട്ട് നമ്മൾ ചേർത്ത് കട്ട് ചെയ്യല്ലേ, ഇതേപോലെ മാത്രമേ കട്ട് ചെയ്യാവുള്ളൂ. ഇനി നമ്മൾ ഈ ഉണ്ടാക്കി ഇതെടുത്ത ശേഷം നമ്മൾ സീറ്റിലേക്ക് സെറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് കാണിച്ചു തരണം ഗൈസ്. അപ്പോൾ ഈ ഭാഗം നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് എടുക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ കൂടെ എടുക്കണം ഗൈസ്. ആ ഒരു കമ്പിയുടെ ഇടയിൽ കൂടെ എടുത്ത് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഗൈസ്. പേപ്പറാണെങ്കിലും കുഴപ്പമില്ല, നല്ല അത്യാവശ്യം കട്ടിയായിട്ട് ഇരുന്നു. നമ്മൾ പ്ലസ് കിക്ക് കഴിച്ചിട്ട് പെയിൻറ്റിനോട് അടിച്ച് കഴിയുമ്പോൾ അടിപൊളിയാണ് ഗൈസ്. കട്ടിയായിട്ട് ഇരുന്നു. പേപ്പറാണെന്ന് വിചാരിച്ച് കീറി പോകുന്നില്ല അങ്ങനെ ഗൈസ്. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ താഴെ ഇങ്ങനെ ഇറങ്ങി നമ്മൾ അതിൻ്റെ അടിയിൽ ഒട്ടിച്ചു കൊടുക്കണം ഗൈസ്. ഗൈസ് അപ്പോൾ ഇത് മടക്കി ഇതിൻ്റെ താഴെ വശവും മണ്ടവശവും രണ്ട് സൈഡ് വശവും എല്ലാം ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മളിത് ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇതിൻ്റെ മണ്ടഭാഗം ചെയ്തതിൽ ഇനി നമ്മൾ ഇതിൻ്റെ താഴെ ഭാഗവും ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം ഗൈസ്. ഈ സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മൾ താഴ്വശം ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ സീറ്റിൻ്റെ ലുക്ക് ഇതാണ് വരുന്നത്. നമ്മുടെ സീറ്റിൻ്റെ വർക്ക് ഒരു 50% പൂർത്തിയായിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അടിയിലോട്ടുള്ള ഒരു ഭാഗം സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഗൈസ്. അതിന് നമ്മൾ ആ 2 കമ്പി എടുക്കണം ഗൈസ്. വീണ്ടും ഗൈസ് ആ കമ്പി നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം അതിൻ്റെ ഒരറ്റം കുറച്ചൊന്ന് വളച്ചെടുക്കുക ഗൈസ്. ഇതിൻ്റെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇതേപോലെ തന്നെ വളച്ചെടുത്തതിന് ശേഷം ബാക്കി നിൽക്കുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുക. ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി അത് ഒന്ന് ഷേപ്പൊക്കെ ആക്കി ഒന്ന് നന്നായിട്ടൊന്ന് വളച്ചൊക്കെ എടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ 2 പീസാണ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ നീളശ്ശേരി കൂടി പോയിട്ട് നമ്മൾ ആ വളവ് നേരെയാക്കിയിട്ട് കുറച്ച് കയറ്റി വളച്ചിട്ട് കട്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മൾ കട്ട് ചെയ്തപ്പോൾ രണ്ടിൻ്റെ സെയിം അളവായിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിനുവേണ്ടി നമ്മൾ ഈ സീറ്റ് എടുത്തതിന് ശേഷം ഈ കമ്പി എടുത്ത് നമ്മൾ ആ സീറ്റിൻ്റെ ആ ഫ്രണ്ട് ഭാഗത്ത് ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്യണം ഗൈസ്. കുറച്ച് ചെരിച്ച് വെച്ച് വേണം സെറ്റ് ചെയ്യാൻ വേണ്ടി അകത്തോട്ട്. അതിനുശേഷം നമ്മൾ പശ വെച്ച് ഒട്ടിക്കുക ഗൈസ്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്യണം ഗൈസ്. ഇതുപോലെ തന്നെ നമ്മൾ അപ്പുറത്തും ഇതുപോലെ സെയിം രീതിയിൽ തന്നെ സെറ്റ് ചെയ്യണം ഗൈസ്. ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ ഇതേപോലെയാണ് സെറ്റ് ചെയ്യേണ്ടത് ഗൈസ്. അപ്പോൾ നമ്മൾ അങ്ങനെ 2 സൈഡിൽ കമ്പി സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ അതിൻ്റെ അകത്ത് ആ ഒരു സ്ക്വയർ പോലത്തെ സംഭവം സെറ്റ് ചെയ്യണം ഗൈസ്. അതിനുവേണ്ടി നമ്മൾ ഫോം ഷീറ്റാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഫോം ഷീറ്റ് കട്ട് ചെയ്ത ശേഷം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളത് ഒരു സ്ക്വയർ രൂപത്തിൽ ഒട്ടിച്ചെടുക്കണം ഗൈസ്.
ഗൈസ് അങ്ങനെ നമ്മൾ 4 പീസും ഇതേപോലെ ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സീറ്റിലേക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ വെച്ചാണ് ഗൈസ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഗൈസ് അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ പ്ലസ് ക്യൂക്ക് ഉപയോഗിച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കുക ഗൈസ്. ഗൈസ് ഇനി നമ്മൾ അടിയിലോട്ടുള്ള ആ ഒരു ഭാഗമാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടി നമ്മൾ വീണ്ടും കമ്പി എടുത്തതിന് ശേഷം 90 ഡിഗ്രി ഒന്ന് വളച്ചു കൊടുക്കുക ഗൈസ്. ആദ്യം ഒരു സൈഡ് വളച്ചതിന് ശേഷം രണ്ടാമത്തെ സൈഡ് അതുപോലെ തന്നെ വളച്ചിട്ട് ബാക്കി നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്ത് സെറ്റാക്കിയാൽ മതി ഗൈസ്. അപ്പോൾ നമ്മൾ ഒരു പീസ് ഇതായി ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നുണ്ട്. നമ്മളിങ്ങനെയാണ് ചെയ്യുന്നത്. ഗൈസ് അപ്പോൾ ഇത് ഇതേപോലെയാണ് ചെയ്യണം ഗൈസ്. നമ്മളങ്ങനെ 2 പീസും സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മളിത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് കാണിച്ചാൽ നമ്മുടെ സീറ്റിലേക്ക്. ഗൈസ് അപ്പോൾ നമ്മളിങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ഈ കമ്പി എടുത്ത് നേരെ തന്നെ ആ പീസിലേക്ക് വെച്ച് ഒട്ടിക്കണം ഗൈസ്. ഗൈസ് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇടുന്ന പൊടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോം ഷീറ്റ് വരച്ചിട്ട് ബാക്കി വരുന്ന ആ ഒരു ഫോം ഷീറ്റ് നമ്മൾ വരച്ച് കഴിയുമ്പോൾ സാൻഡ് പേപ്പറിലത് കുറച്ച് പൊടി കാണുമല്ലോ ഇതിൻ്റെ, ആ പൊടി എടുത്ത് നമ്മൾ ഇട്ടാൽ മതി ഗൈസ്. കുറച്ച് ഫ്ലസ്ക് കഴിച്ചിട്ട് ഇട്ടാൽ മതി ഗൈസ്. അതിൻ്റെ മേലെ ഒന്നുകൂടെ ഫ്ലസ്ക് കഴിക്കുമ്പോൾ നല്ല കട്ടിക്ക് അത് ഒട്ടി വരുന്നതാണ് ഗൈസ്. അങ്ങനെ നമ്മൾ 2 രീതിയിലും ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി ഇത് ഫുള്ളായിട്ടൊന്ന് പെയിൻറ്റ് അടിച്ചെടുക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ ഈ സീറ്റ് പെയിൻറ്റ് അടിച്ചതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മുടെ സീറ്റിൻ്റെ പണി ഇവിടെ തീർത്തിട്ടുണ്ട്. നമ്മൾ പെയിൻറ്റൊക്കെ അടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മുടെ സീറ്റിൻ്റെ ഫുള്ള് വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. പരമാവധി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഗൈസ്. എത്രത്തോളം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മൾ വീണ്ടും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇട്ട് കിട്ടുന്നതായിരിക്കും ഗൈസ്. നമ്മുടെ മിനിയേച്ചറിൻ്റെ മാത്രം നമ്മൾ ടെക് വരായിട്ടുള്ള വീഡിയോസ് ഇടുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും മിനിയേച്ചർ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. നമ്മൾ ആ മിനിയേച്ചർ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ സീറ്റിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഗൈസ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ വണ്ടിയുടെ തന്നെ മറ്റ് പാർട്ടുകൾ ചെയ്ത് നമ്മൾ പ്ലേലിസ്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ചാനലിൽ നിങ്ങൾ കയറി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ KSRTC ബസ്സിൻ്റെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഗൈസ്. അതുവരേക്കും ബൈ.